നമുക്ക് ശരിയായ രീതിയിൽ എങ്ങനെ ബ്രഷ് ചെയ്യാം നോക്കാം. ബ്രഷ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ടൂത്ത് ബ്രഷിന്റെ സെലക്ഷൻ ആണ്. അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഓവൽ ഹെഡ് ഉള്ള സോഫ്റ്റ് ബ്രിസിൽസ് ഉള്ള ബ്രഷ് ആണ്. ഓക്കെ, അപ്പൊ ഇതിനൊരു പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് മുകളിലുള്ള പല്ലുകൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് താഴെയുള്ള പല്ലുകൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് മുകളിലുള്ള പല്ലുകളെയോ ടച്ച് ചെയ്യാൻ പാടില്ല, തൊടാൻ പാടില്ല. അപ്പൊ അതെങ്ങനെ നമ്മൾ സാധ്യമാക്കും? നമ്മൾ വാ തുറന്നു വെച്ചിട്ട് വേണം ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ബ്രഷ് ചെയ്യാൻ ആരംഭിക്കുമ്പോൾ ലെഫ്റ്റ് റൈറ്റ് പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യാം. അപ്പർ ജോല് ഏറ്റവും മുകൾ വശത്തെ അവസാനത്തെ പല്ലുകൾ നമ്മൾ ഫോക്കസ് ചെയ്യാണ്. നമ്മളിവിടെ ബ്രഷ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇത് മോണയുടെ ഭാഗമാണ്, ഇത് പല്ലുകളാണ് അല്ലെ, പല്ലുകളുടെ ഹെഡാണ് നമ്മൾ കാണാറ്. അപ്പം ഈ ഭാഗം ബ്രഷ് ചെയ്യാനായിട്ട് ബ്രഷ് ഹെഡ് അങ്ങേയറ്റത്തേക്ക് നീക്കിയതിനു ശേഷം ഈ മോണയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ബ്രഷിങ് സ്റ്റാർട്ട് ചെയ്യുക. ബ്രഷ് ചെയ്യുമ്പോൾ മോണയ്ക്ക് ഒരു സ്ലൈറ്റ് മസാജ് കൂടി നമ്മൾ കൊടുത്തിട്ടാണ് ബ്രഷ് ചെയ്യുക. ബ്രഷ് ഒരു 45 ഡിഗ്രി ആംഗുലേഷനിൽ പിടിച്ചിട്ടാണ് നമ്മൾ ബ്രഷ് ചെയ്യുക. നമ്മൾ ഏകദേശം മോണയും പല്ലും ചേർത്ത് റൗണ്ട് ആയിട്ട് 3 പ്രാവശ്യം നമ്മൾ റൗണ്ട് ചെയ്തു. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണാം ഒരു ബ്രഷ് ഹെഡില് 3 പല്ലുകൾ അതിന്റെ ഇടയിലുള്ള സ്പേസും കവർ ചെയ്യുന്നതായിട്ട് കാണും. അപ്പം നമ്മൾ ഒരു പ്രാവശ്യം ബ്രഷ് ചെയ്യുമ്പോൾ 3 പല്ലുകൾ വെച്ച് കവർ ചെയ്ത് ബ്രഷിങ് നടന്നു പോവുകയാണ് സാധ്യമാകുന്നത്. നമ്മളിതാ ഇതുപോലെ റൗണ്ട് ആയിട്ട് ബ്രഷ് ചെയ്യാണ്. അതിനുശേഷം എന്ത് ചെയ്യണം? താഴോട്ട് 3 സ്ട്രോക്കുകൾ കൊടുക്കുക. 1 2 3. സെയിം ഇവിടെയും 1 2 3 1 2 3. സെയിം 1 2 3 1 2 3. അതിനുശേഷം എങ്ങനെയാണ്? ഈ സൈഡും അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഇനി പല്ലിന്റെ ഉൾഭാഗം എങ്ങനെയാണ് തേക്കുക? നമ്മൾ ചവയ്ക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത്. ഈ ഭാഗത്ത് കൂടുതൽ അഴുക്കുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ തേക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും റൗണ്ട് മോഷനിൽ വേണം തേക്കാനായിട്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ പല്ല് ഇതുപോലെ മോഡൽ പോലെ നിരക്കുള്ളതായിരിക്കില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള പല്ലുകളാണെങ്കിൽ ആ പല്ലുകളെ ഫോക്കസ് ചെയ്തിട്ട് ബ്രഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ആ പല്ലുകൾക്ക് കേട് സംഭവിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഈ ഭാഗം എല്ലാം കഴിയും. ഇനി പല്ലിന്റെ ഉൾഭാഗം എങ്ങനെയാ തേക്കുക? അങ്ങനെ അതിനുശേഷം ഈ ഭാഗം ഇങ്ങനെയാണ് മുകളിലത്തെ പല്ല് തേക്കേണ്ട രീതി എന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞ പോലെ മുകളിലെ പല്ല് തേക്കുമ്പോൾ താഴത്തെ പല്ലിൽ തൊടാതെയാണ് നമ്മൾക്ക് തേച്ച് കാണിച്ചത് അല്ലെ. ഇനി താഴത്തെ പല്ല് എങ്ങനെയാണ് ബ്രഷ് ചെയ്യേണ്ടതെന്ന്. താഴത്തെ പല്ല് ബ്രഷ് ചെയ്യുമ്പോഴോ മുകളിലത്തെ പല്ല് തൊടുന്നില്ല, വാ തുറന്ന് വെച്ചിട്ട് തന്നെ താഴത്തെ പല്ലിന്റെ ഏറ്റവും അവസാനത്തെ പല്ലിന്റെ മോണയോട് ചേർത്ത് 3 പ്രാവശ്യമായിട്ട് നമ്മൾ ഒഴിയുന്നു. മുകളിലോട്ട് സ്ട്രോക്ക് ചെയ്യുന്നു. 1 2 3. 1 2 3. 1 2 3. 1 2 3. 1 2 3. ഈ ഒക്ലൂസൽ സർഫേസ്, അതായത് ചവയ്ക്കുന്ന ഭാഗം, നമ്മൾ ഇതുപോലെ തന്നെ റൗണ്ട് മോഷനിൽ തേക്കുന്നു. ഇതിനുശേഷം ഉൾഭാഗം, ഈ ഭാഗവും ബ്രഷ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. കാരണം നമ്മളുടെ നാവ് ഇവിടെയാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത് അല്ലെ. നാവ് വെക്കാനുള്ള സ്ഥലം ഇവിടെയാണ്. ഈ ഭാഗത്ത് നാവിന്റെ അടിയിലായിട്ട് 2 ഉമിനീർ ഗ്രന്ഥികൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഈ ഉമിനീർ ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന ഉപ്പ്, സാൾട്ടുകൾ, പലതരം സാൾട്ടുകൾ ഉണ്ട്. ഇത് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഡെയിലി ബ്രഷ് ചെയ്യുമ്പോൾ ഫോക്കസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ പലരുടെയും പല്ലില് താഴെ ഇവിടെയായിട്ട് പ്ലാക്ക് ഓർ കാൽക്കുലസ് അടിഞ്ഞുകൂടിയതായിട്ട് കാണാം. അതിലൊരു കാരണം ഈ ഉമിനീർ ഗ്രന്ഥിയിൽ നിന്ന് വരുന്ന സാൾട്ടുകൾ അടിഞ്ഞുകൂടുന്നതാണ്. അപ്പൊ കൃത്യമായി ഇവിടെ ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഈ രീതിയിൽ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ നമുക്ക് ഗമ്മിനുള്ള ഒരു സപ്പോർട്ടും അതേപോലെ തന്നെ പല്ലിന്റെ ഇടകളിലൂടെ ബ്രിസിൽസ് കടന്നു പോകുന്നത് കൊണ്ട് പല്ലിന്റെ ഇടയിൽ കേടുവരാതെ ഇരിക്കാനും ഭക്ഷണ സാധനങ്ങൾ അവിടുന്ന് കൃത്യമായി ഒഴിവാക്കാനും നമുക്ക് കഴിയും. ഈ രീതിയിൽ ബ്രഷ് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രഷിംഗ് ഈ രീതിയിലല്ല നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഉടനെ ഇതിലേക്ക് മാറാനായിട്ട് ശ്രദ്ധിക്കാം. താങ്ക് യു.